പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്ഷൻ എ, ഒന്നാമത്തെ, ഡാഷ് മീൻസ് ട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ ഇൻ ഇന്ത്യൻ ഫിലോസഫി. ഭാരതീയ തത്വചിന്തയിൽ വിശ്വാസം ശ്രദ്ധയും അർത്ഥമാക്കുന്നത് ഡാഷിനെയാണ്. ആൻസർ ശ്രദ്ധയാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ആട്രിബ്യൂട്ട്സ് ഓഫ് അള്ളാഹ്? അള്ളാഹുവിൻ്റെ പ്രധാന ഗുണവിശേഷങ്ങൾ ഏവ? ആൻസർ കാരുണ്യം, മേഴ്സി. പിന്നെ ഒംനിപൊട്ടൻസ്, സർവശക്തി, ഒംനി സയൻസ്, സർവജ്ഞാനം എന്നിവയാണ് പ്രധാന ഗുണങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ അഹിംസ? അഹിംസ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ജീവിയെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത, ജൈനിസം ഹാഡ് ഡാഷ് ത്രിതങ്കാർസ്. ജൈന മതത്തിൽ ഡാഷ് തീർത്ഥങ്കരന്മാർ ഉണ്ടായിരുന്നു. ആൻസർ 24. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ കാസ്റ്റ് ഓഫ് മാൻ ഈസ് മാൻഹുഡ്സ്. ഹൂ സെഡ് ദിസ്? മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞത് ആര്? ആൻസർ ശ്രീനാരായണ ഗുരു. ആറാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി റിലേറ്റഡ് ഡാറ്റ്സ് വിത്ത് എൻവയോൺമെൻറ്റ് ആസ്പെക്ട്സ്. മഹാത്മാഗാന്ധി പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് ഡാഷിനെയാണ്. ആൻസർ ലളിത ജീവിതം അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ്. ട്രസ്റ്റിഷിപ്പ് അഥവാ സിമ്പിൾ ലിവിങ്, ലളിത ജീവിതം അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡീപ്പ് ഇക്കോളജി. ഡീപ്പ് ഇക്കോളജിയുടെ സ്ഥാപകൻ ആര്? ആൻസർ ആർണേനൈസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ധർമ്മപാത. ധർമ്മപദം നിർവചിക്കുക. ആൻസർ ബുദ്ധമതത്തിലെ പവിത്രമായ ഗ്രന്ഥമാണ് ധർമ്മപദം. ബുദ്ധൻ്റെ വചനങ്ങളുടെ സമാഹാരമാണിത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ഹോളി ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആദ്യ അധ്യായം ഡാഷ് ആണ്. ആൻസർ അൽ ഫാത്തിഹ. അൽ ഫാത്തിഹയാണ്, പ്രാരംഭനർത്ഥമുള്ള ഫാത്തിഹയാണ്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ്സ് ഉബുണ്ടു മീൻസ്. ഉബുണ്ടു കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആൻസർ മറ്റുള്ളവരിലൂടെയുള്ള മനുഷ്യത്വം. ഐ ആം ബിക്കോസ് വി ആർ. മറ്റുള്ളവരിലൂടെയുള്ള മനുഷ്യത്വമാണ് ഉബുണ്ടു കൊണ്ട് അർത്ഥമാക്കുന്നത്. 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോഗോസ്? ലോഗോസിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ വാക്ക്, യുക്തി അല്ലെങ്കിൽ കാരണം. വേർഡ്, റീസൺ, ലോജിക്. ലോഗോസിൻ്റെ അർത്ഥം എന്താണ്? വാക്ക്, യുക്തി അല്ലെങ്കിൽ കാരണം. വേർഡ്, റീസൺ, ലോജിക്. 12ാമത്തെ, ഡാഷ് ഈസ് ദ സിമ്പിൾ യൂസ്ഡ് ഫോർ ഡിസ്ജങ്ഷൻ. ലോജിക്കൽ ഡിസ്ജങ്ഷൻ ഉപയോഗിക്കുന്ന അടയാളം ഏതാണ്? ആൻസർ വി ആണ്. വെഡ്ജ് എന്ന് വിളിക്കുന്ന വി ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത 13ാമത്തേത്, വാട്ട് ആർ ദ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? ഭാഷയുടെ വിവരദായകമായ ധർമ്മങ്ങൾ ഏവ? ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഏവ? ഭാഷയുടെ വിവരദായകമായ ധർമ്മങ്ങൾ അഥവാ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഏവ? ആൻസർ വസ്തുക്കൾ വിവരിക്കാനും വിവരങ്ങൾ കൈമാറാനും പ്രസ്താവനകൾ നടത്താനുമായുള്ള ഭാഷയുടെ ഉപയോഗം. എന്തുവാണ്? വസ്തുതകൾ വിവരിക്കാനും വിവരങ്ങൾ കൈമാറാനും പ്രസ്താവനകൾ നടത്താനുമുള്ള ഭാഷയുടെ ഉപയോഗമാണ് ഭാഷയുടെ വിവരദായകമായ ധർമ്മങ്ങൾ. അടുത്ത 14ാമത്തേത്, ലെക്സിക്കൽ ഡെഫിനിഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ്. ലെക്സിക്കൽ ഡെഫിനിഷൻ്റെ മറ്റൊരു പേര് അതെന്താണ്? ആൻസർ ഡിക്ഷണറി ഡെഫിനിഷൻ എന്നുള്ളതാണ്.
ഡിക്ഷണറി ഡെഫിനിഷനാണ് ലെക്സിക്കൽ ഡെഫിനിഷൻ്റെ മറ്റൊരു പേര് വിളിക്കുന്നത്. അടുത്ത 15-ാമത്തേത് ഡിഫൈൻ എക്സ്പ്ലാൻറ്റം. അപ്പോൾ എക്സ്പ്ലാൻറ്റം നിർവചിക്കുക. ആൻസർ: ഒരു വിശദീകരണത്തിൽ എന്താണോ വിവരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എക്സ്പ്ലാൻറ്റം എന്ന് വിളിക്കുന്നത്. ഒരു വിശദീകരണത്തിൽ എന്താണോ വിശദീകരിക്കപ്പെടേണ്ടത് അതിനെയാണ് എക്സ്പ്ലാൻറ്റം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. ആൻസർ കീ ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.